ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 30 വാമനാവതാരം. ശ്ലോകം 5. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാഥ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുക എന്ന് നോക്കാം. പുണ്യാശ്രമം തം അഭിവർഷതി തമഭിവർഷതി. ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പുഷ്പവർഷൈർ ഹർഷാകുലേ ചേർത്ത് ചൊല്ലണത്. പുഷ്പവർഷൈർ ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ. ഖ എന്നുള്ളത് മേഘത്തിൻ്റെ ഖ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. ബദ്ധ്വ അഞ്ജലിം ബദ്ധ്വാഞ്ജലിം. ബദ്ധ്വ എന്നുള്ളതിൻ്റെ ധ്വ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധനം എന്നൊക്കെ ഉള്ളതിൻ്റെ ധ എന്നാണ്. അഞ്ജലിം ഞാ ജ എന്നാണ്. അഞ്ജലിം ജ എന്നുള്ളത് ഞാ ജ. ജയ ജയ ഇതി ചേർത്തിട്ട് ജയ ജയേതി. നുത അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. പിതൃഭ്യാം പിതൃഭ്യാം. ഭ്യാം എന്നുള്ളത് നീട്ടിയിട്ട് മുറുക്കം ഭ്യ എന്നാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വം തത്ക്ഷണേ. തത് ക്ഷണേ ചേർത്തിട്ട് തത്ക്ഷണേ. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പടുതമം വടുരൂപം ആഥാ. അവിടെ നീട്ടിയിട്ട് വിസർഗം പറയണം. വടുരൂപമാഥാ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം ത്വം തത്ക്ഷണേ പടുതമം വടുരൂപമാഥ. അടുത്തത് 6ാമത്തെ ശ്ലോകം. താവത് പ്രജാപതിമുഖൈരുപനീയ മൗഞ്ജീദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുക എന്ന് നോക്കാം. താവത് പ്രജാപതി മുഖൈർ ഉപനീയ ചേർത്തിട്ട് മുഖൈരുപനീയ. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മൗഞ്ജീദണ്ഡാജിനാക്ഷ അതുവരെ ഒന്നിച്ച് ചൊല്ലണം. മൗഞ്ചി എന്നുള്ളത് ഞാ ജ എന്നാണ്. മൗഞ്ജീദണ്ഡാദി ണ്ട എന്നുള്ളത് ണ ഡ എന്നാണ്. ഒട്ടും ഊന്നരുത്. ദണ്ഡാജിനാക്ഷ. ക്ഷ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. വലയാദിഭിർ അർച്യമാന. വലയാദിഭിരർച്യമാന. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗമുണ്ട്. വലയാദിഭിരർച്യമാന. ദേദീപ്യമാനവപുർ ഈശ ചേർത്തിട്ട് ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യസ്ത്വം. കൃതാഗ്നി കാര്യ അവിടെ വിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ത്വം എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിത. 2 ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃതാശ്വമേധം. അശ്വമേധം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രകൃതാശ്വമേധം. അങ്ങനെ നിർത്താം. താവത് പ്രജാപതിമുഖൈരുപനീയ മൗഞ്ജീദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാന
ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃതാശ്വമേധം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.